2025 ഏപ്രിൽ 29 മുതൽക്കാണ് തീർത്ഥാടക കുരിശ് വഹിച്ചുകൊണ്ട് കൊളംബിയൻ രൂപതയായ ടൂമാക്കോയുടെ അതിർത്തികളിലൂടെ ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ദിവ്യകാരുണ്യനാഥനെ കുരിശിൽ വഹിച്ച് പുരോഹിതരും വിശ്വാസികളും തങ്ങളുടെ പര്യടനം ആരംഭിച്ചത്. ടൂമാക്കോ രൂപതയിലെ പാസ്റ്ററൽ കെയറിലെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ഫാബിയൻ ജെൽപുഡിന്റെ ആലോചനയിൽ നിന്നാണ് മരത്തടി കൊണ്ട് കുരിശുണ്ടാക്കി അതിന്റെ ഒത്തനടുക്ക് സക്രാരി പണിത് അതിൽ ദിവ്യകാരുണ്യം സംവഹിച്ചുകൊണ്ട് തീർത്ഥാടനം ആരംഭിക്കുക എന്നത് ഉരുത്തിരിഞ്ഞു വന്നതെന്ന് രൂപത സോഷ്യൽ മിനിസ്ട്രി ഡയറക്ടർ ഫാദർ ജിമ്മി ആംഗുലോ കാത്തലിക് മാധ്യമമായ ACI പ്രൻസിയുമായുള്ള അഭിമുഖത്തിൽ പറയുകയുണ്ടായി. പകൽ സമയം നിരത്തുകളിലൂടെയും പട്ടണങ്ങളിലൂടെയും ക്രിസ്തുരാജാവിനെ എഴുന്നള്ളിക്കുകയും വൈകുന്നേരങ്ങളിൽ ആത്മീയ കൂട്ടായ്മകളിൽ ആരാധന മണിക്കൂറുകളുമായി സമയം ചെലവഴിക്കുകയുമാണ് ചെയ്യുന്നത്. തന്റെ മക്കളെ കാണുവാനും അനുഗ്രഹിക്കാനും എത്തുന്ന യേശുക്രിസ്തുവിനോടുള്ള ഭക്തിയും സ്നേഹവും വിശ്വാസികളിൽ ഉളവാക്കുകയാണ് കുരിശിൽ സക്രാരിയും വഹിച്ചുകൊണ്ടുള്ള യാത്രയുടെ പ്രധാന ഉദ്ദേശം. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലായിട്ടായിരുന്നു കുരിശുമായുള്ള തീർത്ഥാടനം നടത്തുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. 2025 ഏപ്രിൽ 29 ടൂമാക്കോ രൂപത കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം വിശ്വാസി സമൂഹങ്ങൾക്കിടയിലൂടെയും ഇക്കഡോർ കൊളംബിയൻ അതിർത്തികളിലൂടെ യാത്ര ചെയ്ത് ടെലംബി നദിയിൽ എത്തിച്ചേർന്നു. നദിയിലൂടെ ബോട്ടിൽ ദിവ്യകാരുണ്യ പര്യടനം നടത്തി കരയിലെത്തിച്ചേർന്ന് പ്രയാണം തുടരുന്നു. ശാന്ത സമുദ്രത്തിന്റെ തീരത്താണ് ടൂമാക്കോ മിഷൻ രൂപത സ്ഥിതി ചെയ്യുന്നത്. രൂപതയ്ക്ക് കീഴിലുള്ള 21 ഇടവകളിലൂടെയും വിശ്വാസി സമൂഹങ്ങളിലൂടെയും യാത്ര ചെയ്താണ് പ്രദക്ഷിണം അവസാനിക്കുന്നത്. കൊളംബിയ ഇക്കഡോറിന്റെ അതിർത്തിയിലാണ് ഒരു ചെറു നഗരമായ ടൂമാക്കോ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1,90,000 ആളുകൾ ഇവിടെ താമസിച്ചു വരുന്നുണ്ട്. കടലിനും നദിക്കുമിടയിലായി 8 മുനിസിപ്പാലിറ്റികളാണ് ഇവിടെയുള്ളത്. ഈ 8 മുനിസിപ്പാലിറ്റികൾ കൂടിയാണ് ടൂമാക്കോ രൂപത സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യ ഘോഷയാത്രയ്ക്ക് കരയിലൂടെയും നദിയിലൂടെയും സഞ്ചരിക്കേണ്ടി വരുന്നത്. സാമ്പത്തികമായി വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് രൂപതയിലെ വിശ്വാസി സമൂഹം. കാട്ടിലും കടലോരത്തുമായി ചിന്നിച്ചിതറി കിടക്കുന്ന സമൂഹമായതുകൊണ്ട് തന്നെ പരസ്പരം ഒത്തുചേരാനുള്ള സാഹചര്യം വളരെ കുറവാണ്. കൂടുതലായും മീൻപിടുത്തവും കൃഷിയുമാണ് ഇവിടുത്തുകാരുടെ പ്രധാന വരുമാന മാർഗം. അതേസമയം ലഹരി കടത്തും സായുധ സംഘടനകളുടെ സാന്നിധ്യവും ഇവിടുത്തുകാരുടെ ജീവിതത്തെ കുറെ കൂടി ദുരിതത്തിലാക്കുന്നുണ്ട്. ഓരോ ഇടവകയിൽ ചെല്ലുമ്പോൾ അവിടുത്തുകാരുടെ ദിവ്യകാരുണ്യ ഭക്തിയും സ്നേഹവും തങ്ങളെ ഈ പ്രേക്ഷിത യാത്ര കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുവാൻ സഹായിക്കുന്നുവെന്ന് ഫാദർ ആംഗുലോ പറയുകയുണ്ടായി. ഇനിയും 9 ഇടവകകൾ കൂടിയും പ്രദക്ഷിണത്തിന് കടന്നു പോകാനായിട്ടുണ്ട്. 2025 ജൂൺ 30 സാൻ ആൻഡ്രിയാസ് കത്തീഡ്രലിൽ വിശുദ്ധ ബലിയോടെയാണ് ദിവ്യകാരുണ്യ ഘോഷയാത്ര തീർത്ഥാടനത്തിന് സമാപനം കുറിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.